സിനിമയ്ക്കപ്പുറം റിവ്യൂ കോർണറിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യുന്ന സിനിമ മാർട്ടിൻ പ്രക്കാട് ദുൽഖർ കൂട്ടുകെട്ടിന്റെ ചാർലിയാണ്. കാത്തിരിപ്പിന്റെ ഒരു പേരില്ലേ, അതൊരു സുഖം. റൂം നമ്പർ 66. Yes, come in. ABCD എന്ന ചിത്രത്തിന് ശേഷം മാർട്ടിൻ പ്രക്കാട് ദുൽഖർ സൽമാൻ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു. ഗാങ്സ്റ്റർ എന്ന സിനിമയ്ക്ക് ശേഷം ഇത്രയധികം പ്രേക്ഷകർ കാത്തിരുന്ന മറ്റൊരു ചിത്രമുണ്ടെന്നു സംശയമാണ്. പലരുടെയും ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരികയും അവരെ ആനന്ദപൂർണമാക്കി അതിൽ ഒരു ആനന്ദം കണ്ടെത്തുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് ചാർലി. ദുൽഖർ സൽമാന്റെ അഭിനയ ജീവിതത്തിലെ വേറിട്ട അഭിനയ മുഹൂർത്തമാണ് ചാർലി. അത് ചാർലിയുടെ മറ്റൊരു കാഴ്ചയും കൂടിയാണ്. ഇയാളെ അറിയാമോ? കുടുംബത്തിലെ പ്രതീക്ഷകളിൽ നിന്നുമുള്ള ഒളിച്ചോട്ടം ദുൽഖർ ചിത്രത്തിലെ സ്ഥിരം കാഴ്ചയാണ്. ഈ സ്വഭാവം തന്നെയാണ് ചാർലിയും കാത്തു സൂക്ഷിക്കുന്നത്. ദുൽഖർ സൽമാൻ തിരശീലിൽ എത്തിക്കുന്ന കഥാപാത്രത്തിന്റെ സ്വഭാവം തന്നെയാണ് ചാർലിയുടെയും സൗന്ദര്യവും. ബോക്സ് റിക്രൂട്ടഡ് ചിന്താഗതിയിൽ നിന്നും ഭൂമിയുടെ എല്ലാവിധ ജീവികളുടെയും അവരുടെ സ്വപ്നത്തെയും ആനന്ദത്തെയും ജീവിതമാക്കുന്നവൻ. അപ്രതീക്ഷിതമുണ്ട് ഇവനിൽ. ഇതുതന്നെയാണ് ചാർലിയുടെ സൗന്ദര്യവും. ചാർലിയുടെ വാസസ്ഥലവും ഇതിന് ഉദാഹരണമായി കാട്ടുന്നു. മാറ്റക്കല്യാണത്തിലൂടെ വിദേശത്തേക്ക് കെട്ടിച്ചുവിടുന്നതിൽ നിന്നും ഒളിച്ചോടുന്ന ടെസ പാർവതി അവതരിപ്പിക്കുന്ന കഥാപാത്രം അപരിചിതനിൽ ഇട്ടിട്ടു പോകുന്ന മുറിയിലേക്ക് വരികയും തനിക്ക് മുമ്പേ താമസിച്ച ആളിന്റെ ശേഷിക്കുന്ന വസ്തുക്കൾ പയ്യെ പയ്യെ അവളിലേക്ക് കൗതുകം ഉണർത്തുകയും പിന്നീട് അവളിലേക്ക് ഭ്രാന്താത്മകമായി കൂടുതൽ അറിയാനുള്ള ടെസയുടെ ശ്രമവുമാണ് ചാർലിയുടെ കഥയുടെ മുന്നോട്ടു പോകുന്നത്. എന്റെ സിസ്റ്ററെ, ഇതൊന്നും നമ്മുടെ റോസ്ലിംഗ് ടീമല്ല. കാത്തിരിപ്പിന്റെ ഒരു പേരില്ലേ, അതൊരു സുഖം. മറ്റുള്ളവരുടെ ആനന്ദം തേടുന്ന മനുഷ്യനെ തേടിയുള്ള യാത്രയാണ് പിന്നീട്. പയ്യെ പയ്യെ ആ കൗതുകം പ്രണയമായി മാറുന്നു. കരിമുകിലിനു ചിറകുകളരുളിയ മിന്നലേ, പുതുമഴ മലരുകൾ വിതറിയ കുറുമൊഴി തെന്നലേ. അവതരണ രീതിയിൽ തൻ്റെതായ ഇടം കണ്ടെത്താൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്വഭാവ കേന്ദ്രീകൃതമായി കഥ പറയുന്നില്ലെങ്കിലും പ്രേക്ഷകരെ കുഴപ്പിക്കുന്നില്ല. താടി വെച്ചവരെ ഭീകരവാദിയായി ചിത്രീകരിക്കുന്ന സിനിമയുടെ സ്ഥിരം ക്ലീശ പൊളിച്ചെഴുതാനും സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ണിയാറിന്റെ തിരക്കഥ ചാർലിയുടെ മനോഹാരിതയാണ്. ഒരു ബുക്ക് വായിക്കുന്ന അനുഭൂതി ചാർലിയുടെ കഥ പറച്ചിലുണ്ട്. ജോമോന്റെ ക്യാമറ പ്രതീക്ഷകൾക്ക് ഒത്ത് ഉയരാൻ സാധിച്ചിട്ടില്ലെങ്കിലും ചാർലിയെ തേടിയുള്ള നായികയുടെ യാത്ര ഫ്രെയിമുകൾ മനോഹരമായിരുന്നു. മ്യൂസിക് എന്റർടൈനർ എന്ന നിലയിൽ ഗോപി സുന്ദറിന്റെ കയ്യൊപ്പ് പതിപ്പിച്ച ചിത്രമായിരുന്നു ചാർലി. അതുകൊണ്ട് തന്നെ ഗാനങ്ങൾ അതിമനോഹരമായിരുന്നു. ചാർലിയുടെയും ചാർലിയെ തേടിയുള്ള ടെസയുടെയും യാത്രയിലെ ഗാനങ്ങൾ ഇഴചേർന്ന് നിൽക്കുന്നു.
പാർവതി, ദുൽഖർ സൽമാൻ എന്നിവരുടെ അഭിനയം വളരെ മനോഹാരിതമായിരുന്നു. ഇതിലേക്ക് കൂടുതൽ വിലയിരുത്തേണ്ട എന്ന ദുരുദ്ദേശത്തോടു കൂടി ഇതിലേക്ക് കടക്കുന്നില്ല. സ്വപ്നം ഒരു കരിമുകിലിനു ചിറകുകളരുളിയ മിന്നലേ ചുരുക്കി പറഞ്ഞാൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഫീൽ ഗുഡ് എന്റർടൈനറാണ് ചാർലി. ഹൃദയം തുറന്ന് ചിരിക്കുകയും നമ്മളിലേക്ക് പറന്നിറങ്ങുകയും ചെയ്യുന്ന ഒരു ജിന്നാണ് ചാർലി. സൈനിങ് ഓഫ് സിനാൻ, സിനിമാ ലോകത്തുനിന്നും സ്കൈലർ പിക്ചേഴ്സ്.